ഞങ്ങൾ കുറെ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഹായ് പറയല്ലാർക്ക് സുണ്ടു ഹായ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർക്ക് പ്രയോജനകരമായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറേ നല്ല നല്ല കമൻസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. ബമ്പർച്ചിരി പോയിക്കൊണ്ടിരിക്കുകയാണ്. 21-ാം തീയതി ഷൂട്ടാണ്. എല്ലാവരും എനിക്കൊരു പ്രാർത്ഥിക്കണം. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു കാര്യം ഉണ്ടായി. ചേട്ടൻ ഒരു പരിപാടിക്ക് പോയതായിരുന്നു. അവിടെ ചെന്ന സമയത്ത് ചേട്ടയുടെ ഫോൺ ആരോ പോക്കറ്റിൽ നിന്ന് താഴെ വെച്ചിട്ട് വെള്ളം കുടിക്കാൻ ഇങ്ങോട്ട് മാറിയ സമയത്ത് ആരോ ഫോൺ എടുത്തിട്ട് പോയി. ഫോൺ എടുത്തിട്ട് പോയി. ഒത്തിരി നമ്മൾ നോക്കി. പിന്നെ എൻ്റെ ഈ എന്തോ ഒരു ഫോണിലൊരു കോഡ് നമ്പറൊക്കെ ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാണ്ടായിപ്പോയി. ആ ഫോൺ പോയി. സിമ്മ് പിന്നെ ഞങ്ങൾ പോയി ബ്ലോക്ക് ചെയ്തു. വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചേട്ടായിക്ക് ഒരു ഫോൺ വാങ്ങി. അതുകൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. പോക്കോ, റെഡ്മിയുടെ പോക്കോയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അല്ലതുണ്ടോ അച്ഛൻ്റെ ഫോണ്, അച്ഛൻ്റെ ഫോണാണ്. അതെ, സർപ്രൈസ് ആയിട്ട് ഞാൻ പോയി വാങ്ങിയിട്ട് വന്നതാണ്. ചേട്ടായിക്ക് കൊടുക്കുകയാണ്. ഫോൺ പോയി ഭയങ്കര ഫീലിംഗ് ആയിരുന്നേ, ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എന്താണേലും സർപ്രൈസ് ആയിട്ട് ഇന്ന് പോയി ചേട്ടാ ഇല്ലാണ്ട് പോയി എടുത്തിട്ട് വന്നതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഫോൺ. കൊള്ളാം. എന്താണേലും ഇതാണ് ഞങ്ങളുടെ ഫോണ്. റെഡ്മിയുടെയാണ്, പോക്കോ എന്നാണ് പറഞ്ഞത്. എന്തായാലും നല്ല ഫോണാണ്. സ്ക്രീൻ കാർഡൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ ആ ഫോൺ കൊണ്ട് ആൾക്ക് ഒത്തിരി ഇതുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട ഒരു സാധനമാണ് മോനെ നിങ്ങൾ ചുമന്നോട്ട് പോയത്. എന്താണെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു തരാമായിരുന്നു. ഫോൺ സാരമില്ല, നമുക്ക് ആ ഫോൺ വിധിച്ചിട്ടുണ്ടായിരുന്നില്ലായിരിക്കും. എന്തായാലും ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ട്. ഒത്തിരി സന്തോഷമായി. കാരണം ഭയങ്കര വിഷമമായിരുന്നു ചേട്ടായിക്ക്. കാരണം ആ ഫോണുള്ളത് ചേട്ടായിക്ക് ഒരു ഇതാണ്. ചേട്ടായി ഇടയ്ക്ക് വീഡിയോ കണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഫോൺ പോയപ്പോൾ ആകെ സങ്കടമായിരുന്നു. എന്താണ്ട് ഒരു ഫോൺ വാങ്ങിച്ചു നട്ടിച്ചു. അതൊരു സന്തോഷം. അങ്ങനെ ഇതായി. പിന്നെ നമുക്ക് വേറെ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ വന്നിട്ടാണ്. ഞാൻ കൂട്ടി വെച്ചേക്കായിരുന്നു. എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് കാണിക്കാമെന്ന് വെച്ച്. കുറേ ദിവസമായാലും എല്ലാവരും കണ്ടിട്ട് തന്നെ. അപ്പോൾ നമ്മുടെ അടുത്ത ഇത് കുറേ ബാഗുകളാണ് കേട്ടോ. കുറേ ബാഗ്. ഇതുവേ കവറൊക്കെ ഉണ്ട് കേട്ടോ ഫോണിന്. അവിടെ പോയി പെറുക്കി എടുത്തിട്ട് ഓരോന്നോരോന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഇതിന് ഫ്രീ ആയിട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന കവറാണ്, മൊബൈലിൻ്റെ കവർ. എന്നാണേലും അടിപൊളി ഫോൺ സിമ്മൊക്കെ ഇട്ടിട്ട് കാണിക്കും കേട്ടോ. ഇത് ബാഗാണ് കേട്ടോ. വലിയ പൊട്ടപ്പൊണ്ടാരും ബാഗ്. ഇതുണ്ടോ, സുണ്ടപ്പനെ കയറ്റി ഇതിനകത്ത് വെച്ച് സിബിട്ട് അടച്ചു വെച്ച് നമുക്ക് ഇങ്ങനെ ഹാൻഡ് ബാഗ് ആയിട്ട് കൊണ്ടുപോകാം. ഇതിങ്ങനെ സുണ്ടപ്പന ഇതിനകത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയ ബാഗാണ്. അത്രയ്ക്കും വലിയ ബാഗാണ്. അങ്ങനെ 2 ബാഗുണ്ട് കേട്ടോ. 2 ബാഗ്. പിന്നെ ചെറിയൊരു പേഴ്സ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ചെറിയൊരു പേഴ്സ്. പിന്നെ അത് കുറേ ATM കാർഡ്, അങ്ങനെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു ബാഗാണേ. പിന്നെ വേറൊരു ബാഗ്. ഇതെന്തൊക്കെയോ ഐറ്റം ഉണ്ട് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് ഇത് സജ്ജീകരണം ഒന്നും എനിക്കറിയില്ല. ഇതിൽ ഫോണെ കൊണ്ട് കാണിക്കും ചേട്ടാ. ഇവിടെ കാണിക്കും. എല്ലാം സെറ്റ് ചെയ്ത് കേട്ടോ. ഇത് ഫയലൊക്കെ ഇട്ട് വെക്കുന്ന സാധനമാണ് കേട്ടോ. ഫയല്, സർട്ടിഫിക്കറ്റുകള് എല്ലാം വെക്കുന്ന കേട്ടോ. ഫയലൊക്കെ വെക്കാൻ പറ്റിയ ബാഗ് ഉണ്ടോ. ഇത് ആദ്യം ഞാൻ ഓർത്ത് നമ്മളെ മുടി വല്ല സ്ട്രെയിറ്റ് ചെയ്യുന്ന മെഷീനാണെന്ന് ഓർത്തു. അല്ല. പിന്നെ ഞാനത് സ്റ്റാപ്ലർ ആണെന്ന് ഓർത്തു. അല്ല. ഇതെന്താ സാധനം എന്ന് അറിയാൻ മേലാതെ ഞാൻ പരതി ഈ സാധനം കൂടെ ഇത് പോയേക്ക് വരുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി. ഇത് വേറെ ഒന്നുമില്ല. ഇത് ഇവിടെ ഓണാക്കി വെച്ച് സീലിംഗ് ഇല്ല നമ്മൾ. ഇതുണ്ടോ ഇവിടെ പ്ലാസ്റ്റിക് ഒക്കെ എടുത്തിട്ട് ഇപ്പൊ എണ്ണ പൊട്ടിച്ചെന്ന് വെച്ചു. എവിടെയാണ് തുറന്നിരുന്ന് തട്ടിത്തു പോകാതിരിക്കാൻ വേണ്ടി എടുത്ത് ഒഴിച്ചതിന് ശേഷം ബാക്കി ഇതിങ്ങനെ ഒട്ടിച്ചു വെക്കാം. അതാണ് ഐറ്റം. ഇതൊന്നും മനസ്സിലാക്കാൻ ഞാൻ എവിടം വരെ കൊണ്ടുപോകുന്നത്. ബമ്പർച്ചിരി ചെന്ന് 1000 പറയെ കൊടുത്തിട്ടാണ് ഇത് എന്നാ സംഭവം എന്ന് മനസ്സിലാക്കി എടുത്തത്. താങ്ക് യു. ഇത് അയച്ചത് ആൾക്കാർ താങ്ക് യു. ഇതെല്ലാം അയച്ചെന്ന ഒരാളാണ് കേട്ടോ. പിന്നെ ഈ ആൾ അയച്ചേക്കുന്ന തന്നെയാണ് ഈ വന്നേക്കുന്നത്.
ഇത് അപ്പമൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണ ഇങ്ങനെ മുക്കിയിട്ട് ദോശക്കല്ലിലൊക്കെ തേച്ച് വെക്കുന്ന ആ സാധനമാണ് കേട്ടോ. എന്താ പിന്നെ ഇത് നമ്മുടെ ദോശക്കല്ലിന്റെ ചെറുക്കുന്ന സാധനം പറഞ്ഞില്ലല്ലോ. ഉണ്ടോ മൂർക്കം പിടിച്ചോണ്ട് ജില്ലാണേ. അതാണ് അത് തന്നെ, വേറെ ഒന്നുമില്ല. അത് തന്നെ സെയിം രണ്ടെണ്ണമാണ് കണ്ടിട്ട് അങ്ങനെ. അത് തന്നെ ഈ സെയിം സാധനം തന്നെ രണ്ടെണ്ണമാണ് കേട്ടോ. ഞാൻ ആദ്യം ഇത് ഓർത്തതെന്നറിയാവോ, മുഖത്ത് ഇങ്ങനെ ഫേഷ്യൽ ചെയ്യുന്നതല്ല സാധനമായിരിക്കും എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് രചന പറയുമ്പോഴാണ് ഇത് ദോശക്കല്ലിൽ ഉടക്കിയ സാധനമെന്ന് മനസ്സിലായി. രണ്ടും മോനാണേ. അപ്പൊ സാധനമാണ് നമുക്ക് ഗിഫ്റ്റ് വന്നിരിക്കുന്നത്. പിന്നെ വന്നേക്കുന്ന ഗിഫ്റ്റാണ് നമുക്ക്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് വന്നേക്കുന്നതാണ്. ഷിബിച്ചേച്ചി അയച്ചേക്കുന്നതാണ്. എൻ്റെ ഒരു വലിയ ഫാനാണ്. എന്നെ എപ്പോഴും വിളിക്കാറുണ്ട്. എൻ്റെ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും എൻ്റെ ഓരോ വീഡിയോസ് കഴിയുമ്പോഴും എന്നെ വിളിച്ചിട്ട് പറയുമ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് അയച്ചു തരാം. ഞാൻ വീട്ടുണ്ടാക്കുന്നതാണ്. വീട്ടുണ്ടാക്കുന്നത് കുളിക്കുന്ന സോപ്പും പൊടിയും മേത്ത് തേക്കുന്ന പൊടിയുമാണ്. ഇത് അയച്ചു തരാം. സുതിമോളെ തേച്ച് സുന്ദരി മണിയായിട്ട് മഴവിൽ പോയി പ്രോഗ്രാം ചെയ്യണമെന്ന് എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെയൊക്കെ ഇന്നലെ അയച്ചിട്ടുണ്ട്. എനിക്ക് ഇന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഈ സോപ്പ് ആ ചേച്ചി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു. അതെ, ഇത് സോപ്പാണ്, കുളിക്കുന്ന സോപ്പാണ്. ഇത് തേച്ച് ചേച്ചി വീട്ടിലുണ്ടാക്കാം. മണമൊക്കെ ഉണ്ടോ? അതെ, മണമൊക്കെ. ഇത് സോപ്പാണ്, കുളിക്കുന്ന സോപ്പാണ്. പിന്നെ ഇത് മേത്ത് തേക്കുന്ന പൊടിയാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ ശരീരം മൊത്തം വേണം തേക്കാം. മേത്ത് മുഖത്തൊക്കെ തേക്കാം. നമ്മളിത് ശരീരത്തിൽ വരുന്ന ഓരോ സ്കിന്നിൽ വരുന്ന പാടുകൾ, ഈ ഷുഗർ രോഗികൾക്കൊക്കെ വരുന്ന പാടുകൾ, നമ്മുടെ ഇവിടെ വരുന്ന കഷത്തിലൊക്കെ വരുന്ന കറുപ്പ് കളർ, അങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിൽ വരുന്ന സ്കിൻ പ്രോബ്ലത്തിനെല്ലാം നല്ലതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് പിന്നെ എനിക്ക് വന്നിട്ടുണ്ട്. ചേച്ചി പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, മോളിത് തേച്ച് റിസൾട്ട് കിട്ടിയിട്ട് ചേച്ചിനെ വിളിച്ച് പറഞ്ഞാൽ മതി. ഇത് മോള് പ്രൊമോഷനായിട്ടൊന്നും ചെയ്യണ്ട, ഞാൻ വീട്ടുണ്ടാക്കാൻ മോൾക്ക് ആഗ്രഹം കൊണ്ട് ഇഷ്ടം കൊണ്ട് മോളുള്ള ഇഷ്ടം കൊണ്ട് അയച്ചു തരണമെന്നാണ് പറഞ്ഞത്. ഇത് ആരും പ്രൊമോഷനായിട്ടൊന്നും കരുതണ്ട. ഇതിനകത്ത് എന്താണെങ്കിലും യൂസ് ചെയ്ത് നോക്കട്ടെ. യൂസ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ ചേച്ചി പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ആഴ്ചക്കുള്ളിൽ തന്നെ റിസൾട്ട് അറിയാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ നാളെ തേക്കട്ടെ. ഇന്ന് മുതൽ തേച്ച് തുടങ്ങുവാണ്. അപ്പോൾ ഇത് തേച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ അടുത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഞാൻ ബംബർശ്ശേരി പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വുമൻസ് ഡേയിലാണ്, സ്പെഷ്യൽ ഡേയിലാണ് എൻ്റെ സ്റ്റാൻഡപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടി എല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചേക്കണം, ബമ്പർ അടിച്ചേക്കണേ എന്ന്. അപ്പം എൻ്റെ അടുത്ത കഴിഞ്ഞ ബമ്പറൊക്കെ അടിച്ച സ്കിറ്റ് എല്ലാവരും കാണും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ജനങ്ങളുടെ സപ്പോർട്ട്, സ്നേഹവും സംരക്ഷണമാണ് നമ്മളിവിടെ വരെ എത്തിയിരിക്കുന്നത്. മുന്നോട്ടും അതുപോലെ തന്നെ എല്ലാം വേണം. എന്നാൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നാളെ. അപ്പോൾ കല്യാണം പോലുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കിടക്കുകയാണ്. ആ സമയങ്ങളിൽ എനിക്ക് ചെറിയ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാതായി പോയത്. ഇയർ ബാലൻസ് കംപ്ലൈൻറ്റ്, നടുവിൻ്റെ പ്രശ്നം, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ടാണ് എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. എങ്കിലും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാതെ ഇരുന്ന സമയത്ത് എന്നെ വിളിച്ച ആൾക്കാർക്ക് കയ്യും കണക്ക്, എന്നാണ് മോളെ കാണാത്തെ, നിന്നെ കാണാൻ സങ്കടമാണ് ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ ഡെയിലി ഒരു ദിവസം 65 കോളെങ്കിലും എനിക്ക് വന്നിട്ടുണ്ട്. എന്താണ് മോനെ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ച് അന്വേഷിച്ച് എല്ലാവർക്കും സന്തോഷവും നന്ദിയും കൈകൂപ്പി ഞാൻ പറയുകയാണ്. കാരണം എന്നെ അങ്ങനെ ഒന്നും വിളിച്ച് ചോദിക്കുക ഇതുവരെ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് എല്ലാവരും ഉണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ ഹാപ്പി ആയിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കല്യാണമുള്ള വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. താങ്ക് യു.